ലോകം ഇത്രയേറെ വളർന്നിട്ടും ഇന്ത്യ ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുന്ന ഈ ഒരു വേളയിലും മാറാത്ത ചിലതുണ്ട്. അതിലൊന്നു തന്നെയാണ് സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം. അത് വെറും വോട്ടെടുപ്പ് ചെയ്യലിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ഭരണ പങ്കാളിത്തത്തിലേക്കും രാഷ്ട്രീയ ആസൂത്രണത്തിലേക്കും ഉയരേണ്ടതാണ്. ഇന്നത്തെ വിഷയം രാഷ്ട്രീയത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ഭരണ പങ്കാളിത്തത്തിലെ സ്ത്രീകൾ എന്നുള്ളതാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ദയവായി ഷെയറും ചെയ്യുക. നാരീശക്തി വന്ദൻ അധിനിയം, അതുമല്ലെങ്കിൽ വനിതാ സംവരണ നിയമം ലോക്സഭയിൽ പാസാക്കിയത് 2023 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും മുൻപോട്ടുള്ള വളർച്ചയിലും നിരവധി സ്ത്രീകളാണ് പ്രധാന പങ്ക് വഹിച്ചത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവിടെ വന്ദേ മാതരം ആലപിച്ചത് സുജേത കൃപാലിനിയായിരുന്നു. സുജേത കൃപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി. അവർ ആ സ്ഥാനം അലങ്കരിച്ചത് 1964. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോഴും 2024 എന്ന പുതിയ വർഷത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ, അത് മമതാ ബാനർജിയാണ്. ഇന്ത്യ എത്രത്തോളം വളർന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എത്രത്തോളം വളർന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 1992 PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ 74-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി മൂലം പഞ്ചായത്ത് ഇലക്ഷനുകളിലും മറ്റും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇതിൽ നിന്നും യഥാർത്ഥ വളർച്ച സ്ത്രീകൾക്ക് ലഭിച്ചില്ല. കാരണം അന്നത്തെ സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം പാചകവാതകത്തിൻ്റെ ലഭ്യതക്കുറവും, ശുദ്ധമായ കുടിവെള്ളം, മറ്റ് അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം, പോഷകാഹാരക്കുറവ് എന്നിവയായിരുന്നു. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഭരണ പങ്കാളിത്തത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യയുടെ അന്നത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ 40%, UK 34%, ജർമ്മനിയിൽ 27%, ഇന്ത്യയിൽ അന്ന് 44% ഭരണ പങ്കാളിത്തം സ്ത്രീകൾക്ക് നൽകിയിരുന്നു. ഇത് വളരെ കൂടുതലാണ് എങ്കിലും നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലം പരിശോധിച്ചാൽ സ്ത്രീകളുടെ ഭരണ പങ്കാളിത്തം വളരെയധികം താഴ്ന്ന നിലയിൽ തന്നെയാണ്. ഇപ്പോൾ പുതിയ സർക്കാരുകൾ രൂപീകരിച്ചു കഴിഞ്ഞു, അവിടെയും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവ് തന്നെ. എന്തുകൊണ്ടാകാം ഇന്ത്യൻ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്കും ഭരണ പങ്കാളിത്തത്തിലേക്കും വരാൻ വിമുഖത കാണിക്കുന്നത്? കാരണങ്ങൾ പകൽ പോലെ വെളിച്ചവും ഉള്ളതാണ്. രാഷ്ട്രീയം എന്നത് ഒരു പ്രത്യേകതരം ഗെയിം തന്നെയാണ്. അതിലേക്ക് വരാൻ ചിലപ്പോൾ പണം, അധികാരം എന്നിവ ആവശ്യമാണ്. പൊളിറ്റിക്കൽ സ്ട്രെങ്തും പൊളിറ്റിക്കൽ മസിലും പൊളിറ്റിക്കൽ മണിയും അതിൽ അത്യന്താപേക്ഷിതമാണ്. ഇതിനെല്ലാം ഉപരി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബ വ്യവസ്ഥ പോലും സ്ത്രീകൾക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഈ പല കാരണങ്ങൾ കൊണ്ടെല്ലാം ഇന്നും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ അവരുടെ തക്കതായ പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. എന്നാൽ ഇനിയെങ്കിലും സ്ത്രീകൾ കൂടി മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. കാരണം അവരവരുടെ ആവശ്യം നിറവേറ്റാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിരുന്ന അസമത്വത്തിൽ നിന്നും ഇപ്പോൾ വളരേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രാധാന്യം സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ്. അതിനാൽ ഇനി വരുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലെങ്കിലും സ്ത്രീകളെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കാലത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നന്ദി.